വിശുദ്ധ ജോസഫ് കൊത്തലങ്കയുടെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് അഭിവന്ദ്യ പിതാവ് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികനായി ആഘോഷകമായ പൊന്തിഫിക്കൽ ദിവ്യബലി നടന്നു. സഭയിലൂടെ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ബ്രദേഴ്സിനെയും നൽകിയിരുന്നു. അതുപോലെ ഈ ബ്രദേഴ്സൊക്കെ നോക്കുന്ന നമ്മുടെ മക്കൾ, ഇവരൊക്കെ നമുക്ക് സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ ജോസഫ് കൊത്തലങ്ക് തൻ്റെ ജീവിതത്തിലൂടെ നമ്മോട് പറയുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ഇത്തരത്തിൽ ഓർക്കാം. ഒന്നാമതായിട്ട് ദൈവ പരിപാലനയിൽ ആശ്രയിക്കുക. ദൈവപരിപാലനയിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ ജനക്കൂട്ടത്തോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ശരീരത്തെക്കാളും ജീവനും ശരീരത്തിനൊക്കെ വസ്ത്രത്തെക്കാളും ഭക്ഷണത്തെക്കാളൊക്കെ വിലപിടിപ്പുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തരുത്. പിന്നീട് ചോദിക്കുന്നത്, ആകാശത്തിലെ പക്ഷികളെ നോക്കി, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അറപ്പുരയിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് എങ്ങനെയാണ് അവരെ പരിപാലിക്കുന്നത്? അവരെക്കാൾ എത്രയോ ശ്രേഷ്ഠരാണ് നിങ്ങൾ, വിലമതിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ഒരു കാഴ്ചപ്പാട് വിശുദ്ധ കൊത്തലങ്കയ്ക്ക് ഉണ്ടായിരുന്നു. അതിനാൽ ആദ്യമായിട്ട് നമുക്കുണ്ടാകുന്ന ദൈവ പരിപാലനയിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് മറ്റു മനുഷ്യരോട് അനുകമ്പ തോന്നുക. അതായത് സുവിശേഷം തന്നെ 25-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ മുഖം മറ്റു മനുഷ്യർ കാണുവാനായിട്ട് ഈ വിശുദ്ധ നമ്മെ പ്രചോദിപ്പിക്കുക. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് മനോഭാവം ഏറ്റെടുക്കുവാനായിട്ട് പരിശ്രമിക്കാം. എല്ലാം അനാവശ്യമായിട്ട് ആകുലതയില്ലാതെ ജീവിക്കുവാനായിട്ട് പലതിനെ കുറിച്ച് നമ്മൾ ഓർത്ത് വിഷമിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള വലിയ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ തിരുനാൾ. കോട്ടപ്പുറം രൂപത വികാർ ജനറൽ റവറന്റ് മോൺസിഞ്ഞോർ റോക്കി റോബിൻ കളത്തിൽ വചന പ്രഘോഷണം നടത്തി. തുടർന്ന് നേർച്ച സദ്യ വെഞ്ചിരിപ്പും വിതരണവും നടന്നു.